കൊടിക്കുന്നിൽ സുരേഷ്, അടൂർ പ്രകാശ്, കെ സുധാകരൻ അടക്കമുള്ള എംപിമാർ അവർക്ക് ഇനി ദേശീയ തലത്തിൽ വലിയ സ്കോപ്പൊന്നുമില്ല. ഇനി അടുത്ത കാലത്തൊന്നും UP അധികാരത്തിൽ വരുന്നില്ല എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ട്. പിന്നെ MP ഫണ്ട് അടക്കമുള്ള ആനുകൂല്യങ്ങളിലെ വലിയ വെട്ടിക്കുറവുണ്ടായി. അപ്പോൾ ഇനി ഒരു MP എന്ന നിലയിൽ വലിയ പ്രസക്തി രാഷ്ട്രീയത്തിൽ ഇല്ല എന്നുള്ള തിരിച്ചറിവിൽ പല സീനിയർ നേതാക്കളും സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ചേക്കേറാൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്. കൊടിക്കുന്നിൽ സുരേഷൊക്കെ ഇതൊക്കെ പലവട്ടം പരസ്യമായി പറഞ്ഞ ഒരു സംഗതിയും കൂടിയാണ്. പക്ഷേ ഇപ്പോൾ മുൻ KPCC അധ്യക്ഷനും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ K സുധാകരന്റെ കാര്യത്തിലാണ് വലിയ ഒരു ആശങ്കയും അവ്യക്തതയും കോൺഗ്രസിനുള്ളിൽ ഉള്ളത്. K സുധാകരൻ തനിക്ക് മത്സരിച്ചേ തീരൂ എന്നുള്ള ഉറച്ച നിലപാടിൽ എടുത്തു നിൽക്കുകയാണ്. ഇത് വാസ്തവത്തിൽ ഈ കോൺഗ്രസിന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്ലാനും പദ്ധതി അടിമുടി നാശകോടാലിയാക്കില്ലേ? തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ UDFനെ ഉലച്ചിരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ K സുധാകരൻ്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം. അതായത് KPCC മാത്രമല്ല AICCയും ഏതാണ്ട് MP മാർ ഇങ്ങോട്ട് വരണ്ട, മത്സരിക്കേണ്ട, MP മാർ അവിടെ നിന്നാൽ മതി എന്ന് തീരുമാനിച്ച് ആ തീരുമാനം ഹൈക്കമാൻഡ് എഗ്രി ചെയ്ത് MP മാരെ വിളിച്ച് പറഞ്ഞതിന് ശേഷമാണ് ആ യോഗത്തിൽ നിന്ന് പാർലമെൻറ്റിൽ പോലും അറ്റൻഡ് ചെയ്യാതെ സുധാകരൻ കണ്ണൂരേക്ക് വണ്ടി കയറി കണ്ണൂർ വന്നിട്ട് ഞാൻ മത്സരിക്കും, സംശയം എന്താ, ഞാൻ മത്സരിക്കും, തീർച്ചയായും ഞാൻ മത്സരിക്കും, കണ്ണൂർ തന്നെ മത്സരിക്കും എന്നൊക്കെ പറഞ്ഞ അദ്ദേഹം വളരെ ശക്തമായി. ഇതിപ്പോ ഈ K സുധാകരൻ ഇങ്ങനെ പരസ്യമായി പറയുന്നതിന്റെ പിന്നിൽ ചില അണിയറ നീക്കങ്ങൾ നമുക്ക് അങ്ങനെ നിരീക്ഷിക്കാം. ഇപ്പൊ KC വേണുഗോപാൽ ഞാനൊന്നും ഇല്ലേ, ഞാനിതിൻ്റെയൊക്കെ പിന്നിലാണ് നിൽക്കുക എന്ന് പറയുന്ന KC വേണുഗോപാൽ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ ഇപ്പൊ UDF അധികാരത്തിൽ വരുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഒരു കെട്ടിയിറക്കുന്ന ഒരു മുഖ്യമന്ത്രി എന്ന രീതിയിൽ KC വേണുഗോപാൽ അവതരിച്ചേക്കാം എന്നൊരാശങ്ക ഈ മുതിർന്ന കോൺഗ്രസ് നേതാക്കളിൽ വലിയൊരു വിഭാഗത്തിനുണ്ട്. അതിൻ്റെയൊക്കെ ഒരു പ്രതിഫലനമല്ലേ വാസ്തവത്തിൽ K സുധാകരനൊക്കെ ഈ നിലപാടെടുക്കുന്നത്? K സുധാകരൻ മാത്രമല്ലല്ലോ, അടൂർ പ്രകാശ് ആയാലും പിന്നെ കൊടിക്കുന്നിൽ സുരേഷ് ആയാലും രമേശ് ചെന്നിത്തല ആയാലും PD സതീശനായാലും എല്ലാവരും മുഖ്യമന്ത്രി എന്നുള്ള ഒറ്റ പോസ്റ്റിലേക്ക് കണ്ണുനട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ എല്ലാമായി ഇപ്പോൾ നിൽക്കുന്നത് KC വേണുഗോപാലാണ്. അദ്ദേഹത്തിനും ഒരാഗ്രഹം കാണും. കാരണം കേരള രാഷ്ട്രീയം വല്ലാത്ത രീതിയിൽ മാറാൻ പോവുകയാണ്. ഇനി ഒരു പക്ഷേ ഇപ്പം കിട്ടിയില്ലെങ്കിൽ ഇനി എപ്പം എന്ന് ചോദിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് കോൺഗ്രസിൻ്റെ തന്നെ അവസ്ഥ മാറാൻ പോവുകയാണ്. അത് എങ്ങനെയെന്ന് അവർക്ക് പ്രവചിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. കാരണം 2026 കഴിഞ്ഞാൽ പിന്നിനി 32-ലോ മറ്റോ ഒരു ഇലക്ഷൻ നടക്കുകയാണെങ്കിൽ, അത് ചിലപ്പോൾ ഇനി വൺ ഇന്ത്യ വൺ ഇലക്ഷൻ വന്ന് ഇനി 29-ൽ നടന്നാലും അവിടെ പിന്നീട് കോൺഗ്രസിന് ഇതേ ഒരു സ്കോപ്പ് വരണമെന്ന് നിർബന്ധമില്ല. കേരള രാഷ്ട്രീയം അത്ര അധികം മാറാൻ പോവുകയാണ്. 3 മുന്നണികൾ എന്നുള്ളത് ഏതാണ്ട് യാഥാർത്ഥ്യമായി കഴിഞ്ഞു. ഇപ്പോൾ അത് തെക്കോട്ടുള്ള പ്രദേശങ്ങളിൽ, തെക്കൻ ജില്ലകളിൽ തന്നെ അത് ശക്തമായി കഴിഞ്ഞു. ത്രികോണ മത്സരം ഏതാണ്ട് 40 സീറ്റിലെങ്കിലും നടക്കാൻ പോവുകയാണ്. അതിൽ BJP എല്ലായിടത്തും ജയിക്കുമെന്നല്ല ഞാൻ പറഞ്ഞത്. 40 സീറ്റിൽ ത്രികോണ മത്സരം നടക്കുമ്പോൾ അവിടെ നിർണായകമായ ചില വോട്ടിംഗ് പാറ്റേണുകൾ വരാൻ സാധ്യതയുണ്ട്. കാരണം ഹിന്ദു വോട്ടുകളുടെ ഒരു ഏകീകരണം കൂടുതലായിട്ട് വരാൻ സാധ്യതയുണ്ട്. അത് വരുമ്പോൾ എവിടുന്നാണ് ആ വോട്ട് പോകുന്നത് എന്നുള്ളത് വലിയ ഘടകമാണ്. ഇപ്പോൾ 1-ാം സ്ഥാനത്ത് ഒരു പാർട്ടി വരികയും പലയിടത്തും BJP 2-ാം സ്ഥാനത്ത് വരികയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ 3-ാം സ്ഥാനത്ത് പോകുന്ന പാർട്ടിക്ക് വലിയ ക്ഷീണം വരും. അപ്പോൾ അത് തെക്കൻ കേരളത്തിലാണ് ഞാൻ കൂടുതൽ പറയുന്നത് എന്ന് വെച്ചാൽ കോട്ടയം മുതൽ ഇങ്ങോട്ട് തന്നെ അതിൻ്റെ ചെറിയ അലയൊലി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ഏറ്റുമാനൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി തുടങ്ങി പിന്നെ ആലപ്പുഴ വരുന്ന ചെങ്ങന്നൂർ മണ്ഡലം ഉൾപ്പെടെ പിന്നെ കായംകുളം വരെ വന്ന് നിൽക്കുന്ന പ്രദേശങ്ങളിൽ, കൊല്ലത്ത്, തിരുവനന്തപുരത്ത് ജയിക്കുന്ന ഒരു 5ഓളം മണ്ഡലങ്ങൾ അവർ കാണുന്നുണ്ട്. അത് ഉൾപ്പെടെ പിന്നെ 2-ാം സ്ഥാനത്ത് വരുന്ന ചില മണ്ഡലങ്ങളും അതിന് പുറമെ 2-ാം സ്ഥാനത്ത് വരുന്ന ചില മണ്ഡലങ്ങളും ഒക്കെ അവർ കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 10 സീറ്റിനടുപ്പിച്ച് BJPക്ക് വളരെ ടൈറ്റ് ഫൈറ്റ് കൊടുത്ത് വിജയിക്കാൻ സാധ്യതയുള്ളത് തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അതിന് പുറമെ ഒരു 10-15 സീറ്റിൽ 2-ാം സ്ഥാനത്ത് BJP വരികയാണെങ്കിൽ ആ BJPയുടെ 2-ാം സ്ഥാനം ഓക്യുപ്പൈ ചെയ്യാനായിട്ട് ഏത് വിഭാഗത്തിൽ നിന്നാണ് കൂടുതൽ വോട്ട് പോയത്, ഏത് LDFൽ നിന്നാണോ UDFൽ നിന്നാണോ കൂടുതൽ ഹിന്ദു വോട്ടുകൾ പോയത് എന്നുള്ളത് നിർണായകമാകും. ഇപ്പൊ സുധാകരന്റെ വിഷയമാണല്ലോ നമ്മൾ പറയുന്നത്. അപ്പൊ ഈ കാലഘട്ടം ഇത് ഞാൻ പറയാൻ കാര്യം എന്ന് വെച്ചാൽ, ഇത് നടക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി വരുന്നത് അടുത്ത ഈ തവണ തന്നെ ഒരു മന്ത്രിസഭ ഉണ്ടാക്കുന്നത് തന്നെ വലിയൊരു
പ്രശ്നം ആയിട്ട് പലരും കാണുന്നുണ്ട്. അത്ര അനായാസമല്ല. അപ്പോൾ ആ ഒരു സന്ദർഭം കഴിഞ്ഞ് ഇനി വരുന്നത് ഇതിനേക്കാൾ വഷളായാലോ എന്നുള്ള ഭയം പലർക്കും ഉണ്ട്. അപ്പം ഞാൻ 30 വർഷം 40 വർഷം 50 വർഷമൊക്കെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചതാണ് എന്ന് ഇവരിൽ ഓരോരുത്തർക്കും പറയാനുണ്ട്. ആ കാലഘട്ടത്തിൽ എനിക്കൊരു മുഖ്യമന്ത്രിയാകാൻ കിട്ടുന്ന ഏക ചാൻസ് ഇതാണ് എന്ന് അവരുടെ പലരുടെയും മനസ്സിലുണ്ട്. അതാണ് അവർ പല വഴിക്ക് ചിലർ മഠാധിപതിയെ കൊണ്ട് പറയിക്കുന്നു, ഞങ്ങളുടെ പിന്നോക്കക്കാർക്കൊന്നും ഒന്നും കിട്ടുന്നില്ല എന്ന് പറയിക്കുന്നു. ചിലർ നേരിട്ട് തന്നെ ഇറങ്ങി, സുധാകരനെ പോലുള്ളവർ നേരിട്ട് ഇറങ്ങി ഞാൻ മത്സരത്തിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥ വരുന്നു. പിന്നെ കൊടിക്കുന്നിലാണെങ്കിൽ ഇവിടെ പിന്നെ ഒരു പിന്നോക്കക്കാരൻ ഇതുവരെ മുഖ്യമന്ത്രി ആയിട്ടില്ല, അപ്പൊ എനിക്ക് ആയിക്കൂടെ, KPCC അധ്യക്ഷനാക്കണമെന്നൊക്കെയാ പറയുന്നത്. കൊടിക്കുന്നിൽ മാത്രമല്ല, ചിലപ്പോൾ സമവായമായിട്ട് അറ്റ കൈക്ക് സുധാകരന് തന്നെ KPCC പ്രസിഡന്റ് സ്ഥാനം കാരണം അതിലൊക്കെ അദ്ദേഹത്തിന് വലിയ അമർഷമുണ്ട്. അദ്ദേഹം ഇവിടെ ഈ പാർട്ടിയെ ഒരു കേഡർ പാർട്ടിയാക്കി എടുക്കുന്നതിന്, സെമി കേഡർ പാർട്ടിയാക്കി എടുക്കുന്നതിന് ശ്രമിച്ചപ്പോൾ പലരും ഭയന്ന് അദ്ദേഹത്തിനെ വെട്ടി ഓടിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് അനാവശ്യമായിട്ട് കെ സുധാകരന്റെ കാര്യം പറയുമ്പോഴേ അദ്ദേഹം നേരത്തെ തന്നെ പരസ്യമായി പറഞ്ഞിരുന്നു, BJPയോട് എനിക്ക് വലിയ ഐത്തമൊന്നുമില്ല, വേണമെങ്കിൽ ഞാൻ പോകും എന്ന് പറഞ്ഞ ഒരാളാണ്. തന്നെയാണ് ഇപ്പോ AICCക്കും KPCCക്കും ഒക്കെ പേടി. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കാൻ ഒരു സന്നദ്ധനല്ലായിരുന്നു. പക്ഷേ AICCയുടെ നിർബന്ധ ബുദ്ധിയിലാണ് അദ്ദേഹം വീണ്ടും അവിടെ മത്സരിച്ചത്. എനിക്ക് നിയമസഭയിൽ മത്സരിച്ച് ജയിച്ച് മന്ത്രിയാകണം എന്നുള്ളൊരു മാനസികാവസ്ഥ നിൽക്കുകയായിരുന്നു. ഇപ്പോഴും അദ്ദേഹം കടുപ്പിടുത്തം പിടിക്കുന്നു. ഒരു പ്ലാൻ B ഉള്ളത്, അദ്ദേഹം നിർദ്ദേശിക്കുന്ന ഒരാൾക്ക് വേണമെങ്കിൽ സീറ്റ് കൊടുത്ത് ഈ പ്രശ്നം അവസാനിപ്പിക്കുക. പക്ഷെ അദ്ദേഹം സമ്മതിക്കുക കൂടി വേണം. ആ ഒരു വെടിനിർത്തൽ ഫോർമുല സുധാകരൻ അംഗീകരിച്ച് KPCCക്ക് കീഴ്പ്പെടുമോ, അതോ അദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ മറ്റ് സാധ്യതകൾ തേടുമോ? അദ്ദേഹം നമ്പർ 1 സാധ്യത എന്ന് പറയുന്നത് അദ്ദേഹം തനിക്ക് മുഖ്യമന്ത്രിയാകുന്നതിന് അല്ലെങ്കിൽ MLA ആയി വന്നതിന് ശേഷം പിന്നെ കിട്ടുന്ന എന്ത് പദവിയാണ് എന്നുള്ളതിനേക്കായിരിക്കും അദ്ദേഹം 1ാം സ്ഥാനം കൊടുക്കുന്നത്. 1ാം സ്ഥാനം അതായിരിക്കും. 2ാം സ്ഥാനം മാത്രമേ പിന്നെ ബാക്കി തൻ്റെ അനുയായിക്ക് കൊടുത്തിട്ട് KPCC പ്രസിഡന്റ് സ്ഥാനം വെച്ചുകൊണ്ട് അടങ്ങിയിരിക്കാൻ തയ്യാറാകുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ 2ാം സ്ഥാനത്താണ് വരുന്നത്. 3ാം സ്ഥാനത്ത് മാത്രമേ BJPയിൽ പോകണോ വേണ്ടയോ എന്നുള്ളത് അദ്ദേഹത്തിന്, BJPയിൽ പോയാൽ ഒരുപക്ഷെ അദ്ദേഹം MLA ആയേക്കാം, അതിനപ്പുറം ഇപ്പോൾ വേറൊന്നും നേടാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ മുമ്പിലുള്ള ഒരു വൈതരണി. ഇപ്പോൾ BJP പോയി മന്ത്രിയാവാനാണെങ്കിൽ കുഴപ്പമില്ല, BJP പോകുന്നത് എന്തിനാണ്? ഒരു MLA ആവാൻ വേണ്ടിയാണ്. ഇപ്പോൾ MP ആയിരിക്കുന്ന ആളെ MLA ആവാൻ വേണ്ടി കെ സുധാകരനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു കോൺഗ്രസ്സുകാരൻ BJPയിലേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ കണ്ടു ശീലിച്ച പരിചയിച്ച ചില സംഗതികളൊക്കെ ഉണ്ടല്ലോ, അടപടലം മൊത്തത്തിൽ അങ്ങ് മാറുക, അത്തരത്തിലൊരു കാര്യങ്ങളിലേക്ക് കേരളം പോകും. അല്ല, കേരളത്തിൽ പൊക്കൂടാന്നില്ല. കാരണം പിന്നെ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ഫൈനൽ അംഗത്തട്ടാണ്. അടുത്ത ഒരു 5 വർഷത്തിനകം അദ്ദേഹത്തിന് ഒരു പ്രധാന സ്ഥാനത്തേക്ക് ഇരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ അതിനകത്ത് പിന്നെ അദ്ദേഹത്തിന് വലിയ പ്രസക്തിയില്ല. ഇപ്പൊ BJP പോയാൽ അദ്ദേഹം MLA ആയിട്ട് മത്സരിക്കണമെന്നില്ല. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ഒരാളെ പിന്തുണയോടുകൂടി കണ്ണൂര് ഒരു ചലനം ഉണ്ടാക്കുന്ന വിധത്തിൽ അദ്ദേഹം നിന്നുകൊടുത്താൽ മതി. അദ്ദേഹത്തിന് ഈ പാർലമെന്റ് സീറ്റ് വെച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയാവാം. അങ്ങനെ ഒരു ഓഫർ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ചുകൂടായില്ല BJPയെ സംബന്ധിച്ചിടത്തോളം. BJPയെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തിന് ഇവിടെ കേരളത്തിൽ വന്ന് ഒരു MLA ആയിട്ടിരിക്കുന്നതിനേക്കാൾ നല്ലൊരു ഓഫർ ഞങ്ങൾ ഇങ്ങനെ തരാമെന്ന് പറഞ്ഞാൽ അതും സുധാകരനെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. ഒരു കേന്ദ്രമന്ത്രിയായിട്ട്, ക്യാബിനറ്റ് റാങ്കുള്ള ഒരു മന്ത്രിയായിട്ട് കിട്ടണമെന്ന് വേണമെങ്കിൽ സുധാകരന് ആവശ്യപ്പെടാം. അത്തരത്തിൽ പിന്നെ സുധാകരന് കണ്ണൂരിൽ അത്രത്തോളം സ്വാധീനമുണ്ട്, മലബാറിലെ പല സ്ഥലങ്ങളിലും അത്രയും സ്വാധീനമുണ്ട്. എന്തിന് കേരളം ഒട്ടുക്ക് അദ്ദേഹത്തിന് ആ ഒരു സ്വാധീന ശക്തിയുണ്ട്. ഇതാണ് AICCയും KPCCയും അദ്ദേഹം കണ്ണൂർ എനിക്ക് വേണമെന്ന് പറയുമ്പോൾ വെട്ടിലാക്കുന്ന കാര്യം. കണ്ണൂർ വേണമെന്ന് പറഞ്ഞാൽ MLA ആണ്, MLA എന്ന് പറഞ്ഞാൽ പിന്നെ മന്ത്രിയാണ്. അത് വെറും മന്ത്രിയാണോ, മുഖ്യമന്ത്രിയാണോ, ആഭ്യന്തരമന്ത്രിയാണോ എന്നുള്ളതൊക്കെ പിന്നെ വരുന്ന തലവേദനകളാണ്. ഇപ്പൊ അദ്ദേഹത്തെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റുമ്പോൾ പറഞ്ഞ പ്രധാന ന്യായീകരണം അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഓർമ്മക്കുറവ് പോലുള്ള പ്രശ്നങ്ങളുണ്ടെന്നൊക്കെയാണ് പലരും പറഞ്ഞത്. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട്. അപ്പൊ അദ്ദേഹം ഇങ്ങനെ പിടിവാശി പിടിക്കുമ്പോൾ അത് ജനകീയ അംഗീകാരം കൂടി കിട്ടിയാലല്ലേ നടപടിയാവുള്ളൂ. പാർട്ടിക്കകത്ത് അദ്ദേഹത്തിന്റെ അത്രയും അംഗീകാരമുള്ളവർ വളരെ കുറവാണെന്നുള്ളതാണ് സത്യം. ഇപ്പോ സേവ് കോൺഗ്രസ് എന്ന് പറഞ്ഞുള്ള പോസ്റ്ററുകൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഏതാണ്ട് എല്ലാ UDF മണ്ഡലങ്ങളിലും UDFന് പ്രാതിനിധ്യമുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ പ്രധാന നേതാക്കൾ മത്സരിക്കുന്ന പലയിടത്തും സേവ് കോൺഗ്രസ് ബോർഡുകൾ പിന്നെ പോസ്റ്ററുകളൊക്കെ വന്നു കഴിഞ്ഞു. അപ്പൊ അതൊക്കെ അദ്ദേഹത്തിന് നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു ശൃംഖല കേരളം ഒട്ടാകെ ഉണ്ടെന്നുള്ളതാണ്. അദ്ദേഹം ഇവിടെ ഒരു സെമി കേഡർ പാർട്ടിയായിട്ട് ഇതിനെ കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ
അദ്ദേഹം ഇതെല്ലാം ചട്ടക്കൂടുകൾ റെഡിയായിക്കൊണ്ടാണ് അദ്ദേഹം വന്നത്. അദ്ദേഹത്തിന് കണക്കൂട്ടലുണ്ടായിരുന്നു. കണ്ണൂര് പാർട്ടി കോട്ടയിൽ 90കൾ മുതൽ ഇന്നലെ വരെ അദ്ദേഹം നിന്നിട്ടുള്ള രീതി അദ്ദേഹത്തിന് അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയെ നേരിടണമെങ്കിൽ ഒരു സെമി കേഡർ സംവിധാനമെങ്കിലും വേണം. ഓരോ ജില്ലയിലും ഒരു തലയെടുപ്പുള്ള നേതാവ്, ആരടാ എന്ന് ചോദിച്ചാൽ എന്താടാന്ന് ചോദിക്കാൻ കഴിയുന്ന ഒരു നേതാവ്, അതുപോലെ തന്നെ പ്രാദേശിക തലത്തിൽ അതിന് കഴിയുന്ന ഒരു നേതാവ്, അവരുടെ കൂടെ ഒരു ശൃംഖല, ജില്ലാ തലത്തിൽ ഒരു നേതാവ്, അവരുടെ കൂടെ ഒരു ശൃംഖല, ഇങ്ങനെ ഉണ്ടാക്കി ഒരു സെമി കേഡർ സംവിധാനം 14 ജില്ലകളിലും താൻ കൊണ്ടുവന്നിരിക്കുമെന്ന് പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് അദ്ദേഹം വന്നത്. അപ്പൊ അദ്ദേഹം ആ സ്ഥാനത്ത് തുടരുന്നതിന്റെ കാരണം, തുടർന്നാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് മറ്റു പല നേതാക്കൾക്കും മനസ്സിലായി. ഇത് KPCCയിലെ ഒരു പിണറായിയായി മാറും എന്നവർ ഭയന്നിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഓർമ്മക്കുറവ്, ബോധക്കുറവ്, ആരോഗ്യ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ തട്ടിയത്. അത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്, ആ മുറിവ് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ കണ്ണൂരിൽ ആര് മത്സരിക്കണം, തൻ്റെ പാർലമെന്ററി കോൺസ്റ്റിറ്റ്യുവൻസിക്ക് അകത്ത് വരുന്ന മണ്ഡലങ്ങളിൽ പോലും, നിയമസഭാ മണ്ഡലങ്ങളിൽ പോലും ആരാണ് അവിടെ സ്ഥാനാർത്ഥിയാകേണ്ടതെന്ന് ഒരു വാക്ക് അദ്ദേഹത്തിനോട് ചോദിച്ചില്ല എന്നുള്ള വിഷമമുണ്ട്. അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നതെന്ന് തോന്നുന്നവരെ പോലും മുഴുവൻ വെട്ടി മാറ്റിയിട്ടുമുണ്ട്. അങ്ങനെയാണ് സ്ഥാനാർത്ഥി ലിസ്റ്റ് വരാൻ പോകുന്നത് എന്നുള്ളതും അദ്ദേഹത്തിന് വിഷമം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ 2 സ്ഥലത്തും ഇതുപോലുള്ള പ്രശ്നങ്ങളുണ്ട്. അദ്ദേഹം കടുംപിടി പിടിക്കുന്നതിൻ്റെ പിന്നിൽ ജി സുധാകരന് പറ്റിയ പോലെ ചില വേദനകൾ, തന്നെ പാർട്ടി തഴഞ്ഞതിൻ്റെ കഥകൾ, തന്നെ ചവിട്ടി ഒതുക്കിയതിൻ്റെ കഥകൾ, മാർക്സിസ്റ്റുകാർ പോലും ചെയ്യാത്തത്ര ക്രൂരമായ ചില മാർക്സിസ്റ്റുകാർ ഇടിക്കാൻ വന്നാൽ നേരിട്ട് വന്നാണ് ഇടിച്ചിട്ടുള്ളത്, വെട്ടാൻ വന്നാൽ നേരിട്ട് വന്നാണ് വെട്ടാൻ നിന്നിട്ടുള്ളത്. പക്ഷേ ഇത് പിന്നിൽ നിന്ന് വെട്ടുക, പിന്നിൽ നിന്ന് കുത്തുക, പിന്നിൽ നിന്ന് ഇടിക്കുക ഒക്കെ സുധാകരന് കിട്ടിയിട്ടുണ്ടെന്നുള്ളതാണ് സുധാകരന്റെ അനുയായികൾ പറയുന്നത്. അതിന് ഇപ്പോൾ ഉത്തരം ചോദിക്കുകയാണ് സുധാകരൻ എന്നുള്ളതാണ് പ്രധാന കാരണം. നമുക്ക് കാണാം, പൂരം ഇനിയും കുറച്ചുകൂടെ ബാക്കിയുണ്ടല്ലോ. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.